ഷോർട്ട് ഫിലിം സംവിധാന രംഗത്ത് തന്റേതായ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഷെർഗിൻ കൊങ്ങോർപ്പള്ളിയാണ് ഇന്ന് ന്യൂസ് 95-നൊപ്പം ചേരുന്നത്. ഷെർഗിൻ, എങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിമിലേക്ക് എത്തിച്ചേർന്നത്? ഷോർട്ട് ഫിലിമിലേക്ക് എത്തപ്പെട്ടതെന്ന് വെച്ചാൽ 96 കാലഘട്ടങ്ങളിൽ ഒരു ആൽബം ഇറക്കിയാണ് ഞാൻ അതിലേക്ക് വന്നത്. പാട്ട് എഴുതുറന്ന് അതിൻ്റെ സംഗീതം ചെയ്തത് വേറൊരു ചേട്ടനാണ്, മരിച്ചു പോയായിരുന്നു. കൊച്ചിയിലെ കായൽ എന്ന് പറഞ്ഞൊരു പാട്ടാണ് ചെയ്തത്. തുടക്കത്തിൽ ചെയ്തത് 96 കാലഘട്ടങ്ങളിൽ. ചെറുപ്പമാണ്, ആൽബം ഒന്നും ഇല്ല. അന്നത്തെ സന്തോഷം പണ്ടിട്ടെന്നൊക്കെ പറയാൻ വേണ്ടി ആ പാട്ട് കാണുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം അന്ന് വേറെ ആൽബങ്ങളില്ല, വളരെ നിസ്സാരമൊക്കെ ഉള്ളൂ. ആ സമയത്ത് അന്ന് അതിന്റെ ക്യാമറ സമീർ അന്തിക്കാട് എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ ടീമുകളാണ് അന്ന് അതൊക്കെ ചെയ്തത്. അന്ന് മുതല് കലാവാസന ഉണ്ട്. ഉണ്ട്, ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ട്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് അൽഫോൺസ് പ്രസിലാണ്. അവിടെ നിന്നും ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ വീണ്ടും പാട്ടുകളായി, വീണ്ടും പാട്ട് എഴുതും, റിവേഴ്സ് സോങ് ആയി. അങ്ങനെ ആണ് ഷോർട്ട് ഫിലിമിലേക്ക് വന്നത്. ചെറിയ ഇപ്പൊ കൊറോണ സമയത്തൊക്കെ നമുക്ക് വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. അപ്പൊ നമുക്കൊരു സപ്പോർട്ടൊക്കെ വന്നപ്പോ നമ്മൾ അതിനകത്തേക്ക് വന്നതാണ്. അപ്പൊ ഈ അവാർഡ് കിട്ടാനുള്ള കാരണം എന്തായിരുന്നു? ഈ ഷോർട്ട് ഫിലിം അവാർഡ് കിട്ടാനത് ഇത് ആന്റി ഡ്രഗ്സ് കാറ്റഗറി ബന്ധപ്പെട്ടതാണ്. ലഹരിക്കെതിരെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഒരു 45 മിനിറ്റ് ഉണ്ട് ഷോർട്ട് ഫിലിം. അത് നാഷണൽ അവാർഡ് കിട്ടി. ഇതിനു മുമ്പത്തേന്റെ പറഞ്ഞ് കിട്ടിയായിരുന്നു അവിടെ തന്നെ. അത് കേന്ദ്ര സർക്കാരിന്റെ അതൊരു ശങ്കരൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, രാജീവ് പറവൂരിന്റെ ഷോർട്ട് ഫിലിമാണ്. അതൊരു ലോട്ടറി ഒരു സംഭവമാണ്. അത് ചെറിയ സമൂഹത്തിന് നല്ലൊരു മെസ്സേജാണ് ഈ ഷോർട്ട് ഫിലിം. അപ്പൊ അതിന് അനുകൂലമായിട്ടാണ് ഇപ്പൊ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ അവാർഡ് കിട്ടിയപ്പോ എന്തായിരുന്നു ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത്? സന്തോഷം ഉണ്ടായിരുന്നു. അവാർഡ് കിട്ടുന്നില്ല ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം 10-150 എൻട്രി ഇത് ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഈ അവാർഡ് തരുമ്പോ അവരെന്തൊക്കെ കണ്ടന്റാണ് നോക്കുന്നത്? അവര് ഷോർട്ട് ഫിലിം, ലോങ് ഷോർട്ട് ഫിലിം, ഷോർട്ട് എന്ന് പറഞ്ഞ കാറ്റഗറി, പിന്നെ ആൽബംസ്, ടൈമിംഗ് ഉണ്ട്. നമ്മുടെ 3/4 മണിക്കൂർ ഷോർട്ട് ഫിലിം ലോങ് കാറ്റഗറിയാണ്. ലോങ് കാറ്റഗറിയിലേക്ക് ഷോർട്ട് ഫിലിം ലോങ്. അല്ല, ഈ അവാർഡ് തരാൻ വേണ്ടി അവരെന്ത് മെസ്സേജാണ് ഈ ഷോർട്ട് അവര് എത്ര ഒരു 10-12 പാനൽ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാല് ഡോക്ടർ RS പ്രദീപാണ് ഇതിന്റെ ഡയറക്ടർ. എല്ലാ ഷോർട്ട് ഫിലിമിന്റെയും പുള്ളി വടക്കും ചുറ്റുപാടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന. ഞാൻ ഈ ഇത് എൻട്രി അയച്ചിരുന്നു. അങ്ങനെ അവരുടെ അഭിനയിച്ചത് ആൻഡ്രോയിൻ എന്ന് പറഞ്ഞൊരു. അതിനു മുമ്പ് ഞാൻ അടുത്ത ഞങ്ങളുടെ വേറെ ഷോർട്ട് ഫിലിമില് നായികയായിരുന്നു കുട്ടി. അവരുടെ അമ്മയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. മോള് നല്ല കഴിവുള്ളതാണ്. സെന്റ് പോൾസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കഥ പറഞ്ഞപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തത്. പക്ഷെ നമ്മുടെ എന്റെ ഈ മിമിക്രിയിലുള്ളവരാണ് ഇതിനകത്ത് എല്ലാം അഭിനയിച്ചത്. ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ബന്ധം ഇപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. 25 വർഷമായിട്ട് ഇതിന്റെ ചിത്രീകരണം ചെയ്ത് 2 ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് 2 ദിവസം കൊണ്ട് തീർത്തു. 1 ദിവസം പാച്ചും ചെയ്ത് 3 ദിവസമാക്കി. അതിന്റെ ക്യാമറ ചെയ്തത് ഷാനി മീരാൻ എന്ന് പറഞ്ഞിട്ട് പെരുമാർക്കാനാണ് ചെയ്തത്. പുള്ളിയാണ് എഡിറ്റിംഗ് ചെയ്തത്. പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക് വേണ്ടിട്ട്. ആത്മാർത്ഥമായിട്ടൊക്കെ പണിയെടുത്തു. പിന്നെ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് നൈജോ എന്ന് പറഞ്ഞ നമ്മള് റിലേറ്റീവാണ്, അവൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ കഥ ഉണ്ടായത് തന്നെ ഷാഫി എന്ന് പറഞ്ഞൊരു നമ്മുടെ കൂട്ടുകാരനുണ്ട്. അവന് കുറെ ത്രെഡുകൾ ഉണ്ടാക്കാനായിട്ട് എടുക്കാനാണ്. അവനൊരു പണ്ടിനൊരു ത്രെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെറിയ സംഭവം. അത് വേറെ സാധനം. അതിൽ നിന്നാണ് ഈ കഥ ഡെവലപ്പായി നമ്മള് എല്ലാവരായിട്ടും നമ്മൾ സംസാരിച്ച് നമ്മുടെ കൂട്ടുകാരായിട്ടൊക്കെ എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് നല്ലൊരു എടുത്ത് വരും. അപ്പൊ നവാസ് ഉണ്ടായിരുന്നു, ഷാഫി, രതീഷ്, നൈജോ, അങ്ങനെ പലതായിട്ടൊക്കെ ഇരുന്നിട്ടാണ് അഭിനയിച്ചിട്ടുണ്ട്. പേപ്പട്ടി എന്ന് പറഞ്ഞ സിനിമ ജോലിയുടെ ഒരുമിച്ച് സന്തോഷം. ഫസ്റ്റ് കൊച്ചിയിലെ കായൽ എന്ന് പറഞ്ഞൊരു ആൽബം. അത് കൊച്ചിയിലെ കായലിൽ നിന്നും കൊച്ചിങ്ങള് മീനെ പിടിക്കുന്ന കാലം കഴിഞ്ഞ് പിന്നെ കമ്പ്യൂട്ടർ വാങ്ങി കളിക്കുന്ന കാലം, അങ്ങനത്തെ ഒരു ചെറിയ സന്ദേശം വെച്ചിട്ടുള്ള സംഭവം. പിന്നെ ഉള്ളത് ഒരു പ്രണയാനം ചെയ്ത്. അത്തിയിലകൾ ഞാൻ എത്തിപ്പിടിച്ചു, ചെത്തിയിതളിൽ തേൻ മുത്തിക്കുടിച്ചു, നീ വരുന്ന വഴിയരികിൽ ചെറുചിരിയാ കാത്തു നിന്നു ഞാൻ പല നാൾ തനിയേ,
അത് നമ്മ പാടാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തം എഴുതി ട്യൂൺ ചെയ്താണ്. പക്ഷെ പാട്ടുകാർ പാടുമ്പോഴാണ് ഭംഗിയുള്ളൂ. ഞാൻ പാട്ടാന്നല്ല, കാരണം സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല, നമ്മുടെ മനസ്സിൽ തന്നെ ഈണങ്ങള് ഓരോരുത്തർ പാട്ട് പാടി ഇതായിട്ട് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ട്രൂപ്പ് ഈ ഇടയ്ക്ക് ഞങ്ങള് 25 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പള്ളിയിൽ കളിച്ചായിരുന്നു, ഏലൂർ പള്ളിയിൽ വീണ്ടും കളിച്ചായിരുന്നു ഈ കഴിഞ്ഞ വർഷം. ജീവിതമാർഗമായിട്ട് ഞാൻ പ്രിന്റ് ഹൗസ് എന്ന് പറഞ്ഞ പ്രസ് കൊങ്ങോർപ്പള്ളിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്ന ഈ ഷോർട്ട് ഫിലിമിലൊക്കെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി പ്രസ്സാണ്. പിന്നെ സ്റ്റാഫ് ഉണ്ട്. പിന്നെ അതിന് ഈ കലാപരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലഹരിയാണ്, സന്തോഷം, നമ്മള് കണ്ടെത്തുന്ന സന്തോഷങ്ങള്. അതിന് സമയം കണ്ടെത്തണം. ഇപ്പൊ ഓരോ ആൾക്കാർ കൊണ്ടുവന്ന് തിരക്കിൽ നോട്ടീസ് അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടാണ് അതൊക്കെ നമ്മൾ അവധി ദിവസങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്യാറ്. നമുക്ക് ഏറ്റവും വരുമാനം ഈ പ്രസ്സാണ്, നമ്മുടെ ജീവിതമാർഗം പ്രസ്സാണ്, നമ്മുടെ സന്തോഷം. അപ്പൊ യുവ സംവിധായകനാണ്. നാടിനെതിരെ നടക്കുന്ന ലഹരി വിമുക്തമാക്കാനുള്ള ഒരു സന്ദേശമാണ് ഈ വേട്ട എന്ന ഷോർട്ട് ഫിലിം. സമൂഹത്തിന് വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ ഷോർട്ട് ഫിലിം ചിത്രീകരിച്ചത്. ആൻസൺ ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ എന്തായാലും കാണണം. കൃത്യമായിട്ട് പറയാനുള്ള പല നിയമ സംവിധാനങ്ങളും നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിൽ കൂടി ലഹരി മുക്ത കേരളമാക്കി മാറ്റാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. ഇതുപോലെ ഷോർട്ട് ഫിലിമും മറ്റുള്ള എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലഹരി മുക്തമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ന്യൂസ് 95ന്റെ എല്ലാവിധ ആശംസകൾ. അപ്പൊ ഷോർട്ട് ഫിലിമിൽ നിന്നും ഒരു സിനിമയിലേക്ക് മാറട്ടെ എന്നൊരു ആശംസ കൂടി നൽകി അതിലൂടെ പ്രാർത്ഥിക്കുകയാണ്.